പ്രിയമുള്ളവരെ, യാത്രകൾ എന്നും ജീവനാണ്. അത് പ്രിയപ്പെട്ടവരോടൊത്തും കൂടി ആകുമ്പോൾ അതിമനോഹരവും. നമ്മൾ സാധാരണ എല്ലാ ദിവസവും അങ്ങനെ യാത്രയൊക്കെ പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റ് പല ചിലയിടങ്ങളിലേക്കും എത്തും. അങ്ങനെ ഒരു യാത്രക്കിടയിൽ എത്തിപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി കട്ടപ്പന പോയതാണ്. തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അഞ്ചുരുളി ടണലിലേക്കാണ് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞങ്ങൾ എത്തിപ്പെട്ടത് അഞ്ചുരുളി തുരുത്തിലേക്കാണ്. ഏതായാലും ഞങ്ങളുടെ എത്തിപ്പെടൽ ഒട്ടും നഷ്ടമായില്ല. അത്രയും മനോഹരമായ കാഴ്ചകളും യാത്രാ അനുഭവങ്ങളുമാണ് നമുക്കുണ്ടായത്. ഏതായാലും ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് നമ്മുടെ ആ അഞ്ചുരുളി തുരുത്തിലേക്ക് കയറുമ്പോഴുള്ള പാർക്കിംഗ് സ്പേസാണ്. ഒരുപാട് തിരക്കുകളൊന്നും ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് തിരക്കില്ലാത്തതാണോന്നും എനിക്കറിയില്ല. ഏതായാലും വളരെ ശാന്ത സുന്ദരമായ സ്ഥലം. നമുക്കവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്. ഇനി പാർക്കിംഗ് ഫീസുണ്ട് കേട്ടോ. പാർക്കിംഗ് ഫീസുണ്ട്. നമുക്ക് തുരുത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന ഫീസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫീസൊക്കെ അടച്ചു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇനി അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകാവുന്ന വഴികളും പോകാൻ പാടില്ലാത്ത വഴികളുമൊക്കെ അവർ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ അവർ തെളിച്ച് ഇട്ടിരിക്കുന്ന ആ സ്ഥലത്തൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം സൈഡിലൊക്കെ കാടിനുള്ളിലേക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആദ്യമേ അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ 1 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടാണോ അതോ അഞ്ചുരുളി ടണലിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അവിടെ ഇത്രയും നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് ആദ്യം ഒരു ക്ഷീണം അല്ലെങ്കിൽ നടക്കാനൊരു ഇതൊക്കെ തോന്നി. പക്ഷേ ആ കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും തോറും അതിൻ്റെ ആ മനോഹാരിത അത് ഒട്ടും ചോർന്ന് പോവാതെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടിയുള്ള ആ നടത്തം നമ്മളെ വല്ലാതെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ അല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ പിക്നിക്കൊക്കെ നടത്താനായിട്ട് പറ്റിയ സ്ഥലമാണിത്. നമ്മൾ പിക്നിക്കൊക്കെ വരുമ്പം എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് കേട്ടോ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കാരണം ഇത്രയും ദൂരം നടക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയ്യിൽ സ്നാക്സ് ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല, വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്കൊരിക്കലും തിരിച്ചു പോരാനായിട്ടൊന്നും തോന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്കും മനോഹരവും എന്താ പറയുക, നമ്മൾ പ്രകൃതി അതേ രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന കാഴ്ചകളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. പോകുന്ന വഴിയൊക്കെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് അവർ സൈഡിൽ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ പിടിക്കാനായിട്ട് കൈ പിടിക്കാനായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ അവർ കമ്പൊക്കെ വെച്ച് കെട്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ധാരാളം വീഡിയോസ് എടുക്കാം. അതുപോലെ ഫോട്ടോസിന് അതുപോലെ പറ്റിയ സ്ഥലങ്ങളാണ്. പിന്നെ അവിടെയൊക്കെ നമുക്ക് കാട്ടിനുള്ളിലെ മരങ്ങളും ചെടികളും കണ്ട ചുവന്ന കളറിലൊക്കെ നിൽക്കുന്ന എന്താ ഈ ഫോറസ്റ്റ് ഫയർ എന്നൊക്കെ അറിയപ്പെടുന്നൊരു ചെടിയാണെന്ന് തോന്നുന്നു. പിന്നെ അത് വിഷാംശമുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് ടച്ച് ചെയ്തില്ല. പിന്നെ അവിടെ ചെറിയ കായകളും ചില ഇനം കായകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ടച്ച് ചെയ്യാനുള്ള പേടി കാരണം നമ്മളതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇത്രയൊക്കെ നടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും ഇനിയും ഒത്തിരി ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നായിരുന്നു കേട്ടോ. ഇനിയും ഒത്തിരി ഉണ്ടോ എന്നൊരു കാരണം അത് അറിയാൻ വയ്യാത്തത് കൊണ്ടാണേ. പക്ഷേ ഒരു കാരണവശാലും പിന്തിരിയാൻ എന്തായാലും മനസ്സില്ലായിരുന്നു. കാരണം എന്തായാലും ആ തുരുത്തിലെത്തണം, അവിടുത്തെ ആ മനോഹാരിത കാണണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ഇനിയും വരുവാണെങ്കിൽ ആവശ്യമായ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ വരികയാണെങ്കിൽ അത് നല്ല അനുഭവമായിരിക്കും. നമ്മൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് വളരെ സാവധാനം നമ്മൾ പോയി വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇത് മനോഹരമായിട്ട് വേരുകളൊക്കെ കൊണ്ട് വേരുകളിങ്ങനെ അത് ആയിരിക്കുന്നതാണ് കേട്ടോ. സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്നതാണ്. ഞാനൊക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ആ വള്ളികളൊക്കെ നമുക്ക് അങ്ങനെ പിടിച്ചൊക്കെ നോക്കാം. പക്ഷേ അത് വലിച്ചാൽ താഴെ പോകും കേട്ടോ.
പിന്നെ നമ്മൾ കുറച്ച് അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ഇനി ഒത്തിരി ഉണ്ടോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ വെള്ളത്തിൻ്റെ ഇരപ്പം കേൾക്കാമായിരുന്നു. അങ്ങനെ ദേ ഫൈനലി നമ്മൾ ആ തുരുത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് അഞ്ചുരുളി തുരുത്ത്. അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നി ആ കാഴ്ചയൊന്ന് നേരിട്ട് കാണണം. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ്. അത് മാത്രമല്ല അവിടെ ഇപ്പോൾ നമുക്കൊക്കെ പോയി ഇരിക്കാനാണെങ്കിലും പിന്നെ ഊഞ്ഞാലാടാനൊക്കെ ആണെങ്കിലും ഒക്കെയുള്ള സ്പേസുകൾ അവിടെയുണ്ട്. പലയിടത്തായിട്ട് ഊഞ്ഞാൽ കണ്ടു കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അതേ കയറി ഇരുന്നൊന്ന് ആടിയൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു 360 ഡിഗ്രിയിലുള്ള ആ വ്യൂ ഒന്ന് കാണണം. അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ അവിടെ പോയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിലെ ഒരു നഷ്ടം എന്ന് തോന്നിയേനെ. കാരണം നമ്മൾ വളരെ പൈസയൊക്കെ മുടക്കി അങ്ങ് ദൂരെയൊക്കെ പോവാറുണ്ട്. പക്ഷേ ആ യാത്രകളിലൊന്നും കിട്ടാത്ത ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ അഞ്ചുരുളി ടണലിൽ നിന്ന് വന്ന് വീഴുന്ന വെള്ളം ആണ് ഇവിടെ നിന്നാണ് ഇനി ഇടുക്കി അണക്കെട്ടിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല ഇവിടെ ഈ പേര് കണ്ടോ, അഞ്ചുരുളി തുരുത്ത്. അപ്പോൾ അഞ്ചുരുളി എന്നൊരു പേര് വരാനുള്ള കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 5 ഉരുളികൾ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ആ മലകൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ തുരുത്ത് കണ്ടോ. അപ്പോൾ ആദിവാസികൾ ആരോ ഇട്ട പേരാണ് അഞ്ചുരുളി തുരുത്തെന്നൊക്കെ. എന്തായാലും അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ടായിരുന്നെങ്കിലും തിരിച്ചു വരാനൊന്നും തോന്നിയില്ല. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് തോന്നിയത്. ആ സമയം നമ്മൾ നല്ല ഫുഡൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ സ്നാക്സൊക്കെ ആയിട്ടാണ് പോയിരുന്നെങ്കിൽ ഒരു കാരണവശാൽ നമ്മൾ ആ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ലായിരുന്നു. ഞങ്ങൾക്ക് ആ വെയിലൊക്കെ കൊണ്ടപ്പോൾ നന്നായിട്ട് ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആ പാറകളൊരു നിൽക്കുന്ന ഒരു ശൈലി അതൊരു വ്യത്യസ്തമായ രീതിയിലായിട്ടാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ ഉയർന്ന് ചരിഞ്ഞ് നിൽക്കുന്നു. നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. കാരണം അവിടെ വെയിലുള്ളപ്പോൾ നമ്മൾ ഈ പാറയുടെ അടിയിലിരുന്ന് നമുക്ക് തണലത്ത് ഇരിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നൊക്കെയാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടത്. കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള ആ ഫോട്ടോസും വ്യൂസും ഒക്കെയാണെന്നൊന്ന് നോക്കിക്ക്. വെള്ളത്തിൽ ഇറങ്ങരുതെന്നൊക്കെ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അപകടങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണേ. അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഞങ്ങളോട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ. പക്ഷെ അത് കണ്ട ആ തുരുത്തൊക്കെ അങ്ങ് ദൂരെ കാണാം. അതുപോലെ ആ മലകൾ കാണാം. എന്ത് മനോഹരം. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് പോയി നോക്കേണ്ട ഒരു സ്ഥലമാണ്. എനിക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എല്ലാ തയ്യാറെടുപ്പുകളും കൂടി പോകാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. കണ്ടോ അവിടെ ഇരുന്ന് ഏതായാലും കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പുതുക്കി ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി. ആ ഊഞ്ഞാലാടുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വൈറ്റ് കളറിൽ കാണാൻ പറ്റും. അത് അഞ്ചുരുളി ടണലിൽ വെള്ളം വീഴുന്നത് കാണാം കേട്ടോ അവിടെ നിന്നാൽ. പക്ഷെ ദൂരെ ആയതുകൊണ്ടാണ് വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടായിരുന്നു കേട്ടോ യാത്ര. അപ്പം എല്ലാവർക്കും താങ്ക് യു.